ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രോജ്വലമായ ഈ ജാഥയുടെ ക്യാപ്റ്റനും അതിന് നേതൃത്വം വഹിക്കുന്നവരുമായ എന്റെ പ്രിയങ്കരായ സുഹൃത്തുക്കൾ നൌഷാദ് മണ്ണശ്ശേരി, ഉസ്മാൻ താമരത്ത്, അതുപോലെ ജാഥയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കർമ്മഭടന്മാരായ ഫൈസൽ തങ്ങൾ, സുബൈർ തങ്ങൾ, അതുപോലെ അഷ്റഫ് മടാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികളെ, മേഖല നിയോജക മണ്ഡലം മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ്, MSF, STU, പ്രവാസി ലീഗ്, KMCC തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളെ, നല്ലവരായ മുസ്ലിം ലീഗിന്റെ സമരഭടന്മാരെ, അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിന്റെ നന്ദി പ്രസംഗത്തെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ വലിയ കാര്യമായി നീട്ടി പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം നടന്നു പറയുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്നേഹിതൻ നൌഷാദ് മണ്ണശ്ശേരിയുടെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഒരു നല്ല സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ജാഥ പോകുന്നത് എന്ന്. നമുക്കൊക്കെ അറിയാം, ഒരല്പം പിറകോട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഇതുപോലെ നമ്മൾ നടത്തിയ ജാഥകളൊക്കെ രാജ്യത്തിന് ഗുണപരമായിട്ടുണ്ട്. രാജ്യത്തിന് ഗുണപരമായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കണം. നമ്മക്കല്ല, രാജ്യത്തിന് ഗുണപരമായിട്ടുണ്ട്. രാജ്യനന്മക്ക് മതേതര കൂട്ടായ്മ എന്ന് പറഞ്ഞ് നമ്മൾ പണ്ടൊരു ജാഥ നടത്തുമ്പോൾ BJP ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒന്നുമല്ല. അന്ന് പലരും നമ്മളോട് പറഞ്ഞിരുന്നു, എന്തിനാണ് ഈ വർത്താനം, അതിന്റെ കാര്യമുണ്ടോ, അവരിവിടെ എവിടെ ഉള്ളത് എന്നായിരുന്നു. പിന്നീട് നമ്മൾ തീവ്രവാദത്തിനും ഫാസിസത്തിനുമെതിരെ ജനശക്തി, അങ്ങനെ ജനാധിപത്യത്തിന് വേണ്ടി ആവശ്യമായ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന മുദ്രാവാക്യം വിളിച്ചാണ് നമ്മൾ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറഞ്ഞു പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. നരേന്ദ്രമോദിയാണ് പുതിയാപ്പിള, ഈ കൊഞ്ചലക്കാണ്ട് മാറും. ആ നരേന്ദ്രമോദിയുടെ വരവിന്റെ ഫലം എന്താണ്, അതിന്റെ പ്രത്യാഘാതം എന്താണ് എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായി ഞങ്ങളുടെ ശത്രുക്കൾ കാണുന്ന മുസ്ലിം ലീഗ് വലിയ വർത്താനം പറഞ്ഞാൽ പോകുന്നത്. കാരണം അത് രാജ്യത്തിന് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യനന്മക്ക് മതേതര കൂട്ടായ്മ എന്ന് നമ്മൾ പറയുമ്പോൾ പാർലമെന്റ്, ഫാസിസത്തിനും തീവ്രവാദത്തിനുമെതിരെ ജനശക്തി, ഫാസിസ്റ്റ് മാർക്സിസ്റ്റ് കൂട്ടായ്മക്കെതിരെ ജനകീയ ശക്തി, ഇങ്ങനെ എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ നമ്മൾ കാര്യത്തിന് വേണ്ടിയാ വർത്താനം പറയുന്നത്. കാര്യത്തിന് വേണ്ടിയാ നമ്മൾ ജാഥ നടത്തുന്നത്. എന്നാൽ ഇപ്പോ ഒരു പ്ലീനം നടന്നല്ലോ. ആ പ്ലീനത്തിലെ ചർച്ച എന്തായിരുന്നു? നരേന്ദ്രമോദിയല്ല, മതേതരത്തല്ല, പുതിയാപ്പിള നിൽക്കുമ്പോ പുതിയെണ്ണി ഇരിക്കാൻ പാടില്ല. ഒരു ചർച്ചയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പുതിയാപ്പിള നിൽക്കുമ്പോ പുതിയെണ്ണി ഇരിക്കാൻ പാടില്ല, പുതിയെണ്ണ നിൽക്കുമ്പോ പുതിയാപ്പിള ഇരിക്കാൻ പാടില്ല. വലിയ കാര്യമല്ലേ ഇപ്പത്? രാജ്യത്ത് കല്യാണമല്ലല്ലോ നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാനമൗലികതകൾ ആ രംഗത്തു നിന്ന് പാർട്ടി പ്രവർത്തകർ ബന്ധം വിച്ഛേദിക്കണം. നേർച്ച കമ്മിറ്റികളിൽ പാർട്ടി സഖാക്കൾ ഭാഗവാക്കാകരുത്. മതസംഘടനകളുടെ അടയാളങ്ങൾ ഉപയോഗിച്ചു പോകരുത്. ഇത്യാദി നിർദ്ദേശങ്ങൾ കൊണ്ടാണ് ഏറ്റവും മാറുന്ന നീറുന്ന പ്രശ്നമല്ല കാര്യം. നമ്മളത് നേരത്തെ പറയുകയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയം കലകം വിളയിച്ച ഈ മണ്ണിൽ ഈ ജനാധികാര പ്രക്രിയ, ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നാം അത്ഭുതം സൃഷ്ടിച്ചു. അങ്ങനെ പുഷ്പിച്ചു നിന്ന വസന്തകാലം കണക്കെ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ കാര്യങ്ങളൊക്കെ പൂത്തുലഞ്ഞാടുക. ഇതെങ്ങനെയാ നാം ആർജിച്ചെടുത്തത്? അങ്ങനെ ഉത്തരേന്ത്യക്കാരനെ ബംഗാളിയെ മുമ്പ് മുസ്ലിം യൂത്ത് ലീഗ് ഇതുപോലെ കേരളക്കരയിൽ മുഴുവൻ കൊണ്ടു നടന്നിട്ട് പോളിടെക്നിക് കാണിച്ചു, എഞ്ചിനീയറിംഗ് കോളേജ് കാണിച്ചു, യതീംഖാന സ്ഥാപനങ്ങൾ കാണിച്ചു. എങ്ങനെ? ഇതിന്റെ ബാപ്പാന്റെ വീട്, എന്റെ മൂത്താപ്പാന്റെ തറവാട്, എന്റെ വല്യപ്പാന്റെ കുടുംബ വീട് ഒരു തറവാടിയെ പോലെ നമ്മൾക്കിങ്ങനെ കാണിച്ചപ്പോ UP-കാരൻ ബംഗാളി നമ്മോട് ചോദിച്ചു, മുസ്ലിം യൂത്ത് ലീഗിന്റെ അന്നത്തെ നേതാക്കന്മാരോട്, എങ്ങനെ ഉണ്ടാക്കിയത്? നമ്മൾ പറഞ്ഞു, ജനാധിപത്യത്തിന്റെ പോർക്കളത്തിൽ ബാലറ്റ്. ഓഹോ, അത്ഭുതമാണ്, സമ്മതിച്ചു.
അവർ പോയി അവരുടെ നാട്ടിൽ പണിയെടുക്കാൻ നമ്മൾ അവരോട് കൽപ്പിച്ചു. അതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കാര്യങ്ങളുണ്ട്. എന്താ? നമ്മുടെ പിന്നണിയാളുകളായി ലക്ഷക്കണക്കിന് വരുന്ന അണികൾ, കൈമുതലായി സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഉലമായിനെയും ഉമറായിനെയും ഒപ്പം സൃഷ്ടിക്കുന്ന സംവിധാനങ്ങൾ അല്ലേ? ഒരേ ഭാഗത്ത് ഒരു തവണ പട്ടിക്കാട് ജാമിയാൻവരിയയിലെ ഇതുപോലെ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ എന്റെ മുത്തു CH നടത്തിയ പ്രജ്വലമായ ഒരു പ്രസംഗത്തിന്റെ വഴി ഈ അടുത്തായി അവിടുത്തെ ഒരു പ്രസിദ്ധീകരണത്തിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. മഹാനായ CHന്റെ പ്രസംഗം ഇങ്ങനെയാണ്: ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെയും സമുദായം കഞ്ഞുകുടിക്കാനും വകയില്ലാത്തവരായി മാറും എന്നെനിക്ക് വിശ്വാസമില്ല. നല്ലൊരു അർത്ഥഗർഭമായ വഴി. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെയും സമുദായം കഞ്ഞുകുടിക്കാനും വകയില്ലാത്തവരായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൃപ, അവരുടെ കാരുണ്യം ഒരു തെളിനീരായി ഇവരെ പ്രവഹിക്കട്ടെ എന്ന CHന്റെ വർത്താനം കേട്ടപ്പോഴാണത്രേ ബാഫഖി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും മടിയിലേക്ക് വന്ന നാണയത്തുട്ടുകൾ ജാമിയാനൂരിയെ സംഭരിച്ചു വെച്ചപ്പോ 3.5 കൊല്ലത്തിന് ജാമിയയുടെ പ്രവർത്തനത്തിന് അത് മതിയായിരുന്നു എന്ന് നോക്കണം. മെമ്പർഷിപ്പിന്റെ കാശ് വിട്ടിട്ടും പാർട്ടിയുടെ കാർ വിട്ടിട്ടും ഫറൂഖ് കോളേജ് തുടങ്ങുമ്പോ, ഉമറായിനെ സൃഷ്ടിക്കുമ്പോ ഈ ഭാഗത്ത് ഇതുപോലെയുള്ള മഹാരഥന്മാർ വന്നുകൊണ്ട് ഉലമായിനെയും സൃഷ്ടിക്കുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മളെ പണി അതാണ്. നിർമ്മാണാത്മക എല്ലാ സ്ഥലത്തും ഓരോ സംവിധാനം, നല്ല നല്ല പൈപ്പ് ലൈൻ, നല്ല നല്ല റോഡ്, നല്ല നല്ല ടാങ്കി. മറ്റുള്ളവർക്ക് പണി എന്താ? മറ്റുള്ളവർക്ക് കുമ്മായം കലക്കുക, ദിമ വരയ്ക്കുക, ബുക്കിട്. വേറൊരു പണിയില്ല. ബുക്കിട് ഇങ്ങനെ പോയി 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 പൂമഞ്ചമ്മ കിടന്നുറങ്ങുന്ന അണ്ണന്റെ പുറത്ത് വരെ ബുക്കിടാണ്. രാവിലെ അങ്ങനെ കുപ്പായം പൊന്തിച്ച് നോക്കുമ്പോ ബുക്കിട് 2013. എന്താ കാര്യം? അവർക്കൊന്നും പണിയില്ല. അവരുടെ പിന്നണി ആളുകളാരാ? പിന്നണി ആളുകളില്ല. നമുക്ക് പിന്നണി ആളുകളുണ്ട്. നമ്മുടെ പിന്നണി ആളുകൾ ഈ കണ്ട അനുയായികളാണ്. നമ്മുടെ കൈമുതൽ എന്താ? ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംവിധാനങ്ങളുമാണ്. എന്നാൽ ഇവരുടെയൊക്കെ പിന്നണി ആളുകളാരാ? ഇവരുടെയൊക്കെ പിന്നണി ആളുകൾ ടെലിഫോൺ പോസ്റ്റുകളും ഇലക്ട്രിക് പോസ്റ്റുകളുമാണ്. ഇവരുടെ കൈമുതൽ എന്താ? ബക്കറ്റും കുമ്മായും. ഞാനിത് വെറുതെ പറയല്ല. 12 മണിക്കൊക്കെ കേരളത്തിൽ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം പ്രസംഗിക്കാൻ പോകുന്ന ഒരു ധാരാളം ഈ കൂട്ടത്തിൽ ഒരനുഭവം. മൈവേറ്റ് നടക്കുക, പോസ്റ്ററേറ്റ് നടക്കുക, കോണി വെക്കുക, പോസ്റ്റർമ കയറുക, കുമ്മായം കലക്കുക, വരക്കുക. ഇതിനായിട്ടൊരു ടീം. ഇവർക്കെന്താ പണി? വേറൊന്നുമില്ല. നാടിന്റെ നന്മക്ക് വേണ്ടി വർത്താനേ ഇല്ല. നമ്മളെന്നാൽ ബൈത്തുർ റഹ്മാൻ ഈ രാജ്യത്ത് നടപ്പിലാക്കിയാൽ ലോക പാർപ്പിട ദിനത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണത്. ലോക പാർപ്പിട ദിനത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ബൈത്തുർ റഹ്മാൻ. അങ്ങനെ ഒരു കുറവാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഇവരൊക്കെ വല്ലതും നടത്തിയാൽ അത് പെരുപ്പിച്ച് കാണിക്കാൻ ഇവിടെ ആളുണ്ട്. ഇന്ത്യയുടെ ഒരു മന്ത്രിയായ അഹമ്മദിന് ചാനലിൽ എത്ര സമയമുള്ളത്? പൂങ്കുറ സിറാജിന് 3/4 മണിക്കൂറാണ്. ഒരു പഞ്ചായത്ത് വൈകാത്ത സുരേന്ദ്രന് 1.5 മണിക്കൂറാണ്. നിങ്ങളത് ആലോചിക്കണം. എത്ര ദിവസമായി? ഇപ്പൊ സരിത മാത്രം നോക്കി. പ്രതിഭാ പാട്ടീലിന് ഇത്ര സമയം കൊടുത്തിട്ടുണ്ടോ? ആ പൊപ്പറന്നോളം എത്ര ദിവസമായി? അവൾക്ക് വാങ്ങിയതും വാങ്ങാത്തതും എല്ലാം സാരി പേടിയോളെ പുതിയണ്ണിനെ കൊണ്ടുവരുന്നത് പോലെ ഇവളിട്ട് എത്ര ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ കുഞ്ഞാപ്പെങ്ങാനും വർത്താനം പറയാൻ കാര്യവർത്താനത്തിന് മൈക്കെടുത്താൽ ഇടവേളയാണ്. പിന്നില്ല. മറ്റുള്ളവർക്ക് എന്ത് താന്തോന്നിത്വം വിളിച്ചു പറയാൻ നല്ല അവസരം കൊടുക്കും. നമ്മുടെ കാര്യം പറയില്ല. നമ്മൾ ദൈവോദാഹരണം നിർമ്മിച്ചാൽ അത് പെരുപ്പിച്ച് കാണിക്കുന്നില്ല. എന്നാൽ ഈ പറയുന്ന എല്ലാ സംഘടനകൾ കഴിഞ്ഞ റമദാനിൽ ഒരു ചാക്ക് അരി വിതരണം ചെയ്തിട്ട് നാട് തന്നെ 4 ചാക്ക് മൈദയാണത്രേ അവർക്ക് ചെലവായത്. ഈ നാട് പോകുന്ന പോക്കെങ്ങോട്ടാണ്? നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ബടായി പറയല്ല. വെറുതെ വർത്താനം പറഞ്ഞ് ആളുകളെ മക്കാറാക്കുന്ന ഏർപ്പാടല്ല മുസ്ലിം ലീഗിന്. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് ആളെ കൂട്ടി ബാനർ പിടിച്ചിങ്ങനെ പോകുമ്പോൾ അതിന്റെ പിന്നിലൊരു സംഭവം ഉണ്ടാവും. സോളിഡാരിറ്റിയോ SDPIയോ ഇതുപോലെ നടക്കുമ്പോ മറ്റു നാടുകളിൽ നിന്ന് വന്നവരൊക്കെ ഒരു വാർഡിൽ പ്രകടനമായിട്ടുണ്ടാവും.
പക്ഷേ ആ വാർഡിൽ ഇവർക്ക് വേണ്ടി ഒരു എണ്ണപ്പെടുത്തൽ, ഒരു തിട്ടപ്പെടുത്തൽ എണ്ണം നടന്നാൽ എന്താകും സ്ഥിതി? ഇപ്പൊ വോട്ടിംഗ് രംഗം ഞാൻ ഓർത്തപ്പോ തിരൂരിലെ പൂക്കയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, പൊന്നാനിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു തങ്ങളുടെ നാട്ടിൽ. ഞാൻ അവിടെ രണ്ടിടത്തും പോയ ആളാണ്. അവിടെ ഇവരുടെ പ്രചരണങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. വലിയ പന്തം കൊളുത്തി പ്രകടനം, ആയിരക്കണക്കിന് ആളുകളുടെ പ്രകടനം. പക്ഷെ വോട്ടെണ്ണിയപ്പോ 51. എന്താ സംഭവം? ഒന്നല്ല, ഒരു രസം നേരം പോക്കിനാ പരിപാടി. നമ്മളിത് അങ്ങനല്ല, ഒരു രസത്തിനിങ്ങനെ പോവുക. അത് ഏതുപോലെ എന്നറിയപ്പോ കുറ്റിപ്പുറത്തെ ഈ നിക്ഷേപ തട്ടിപ്പിൽ കുടുങ്ങിയ മൊയ്ലിയരുണ്ടല്ലോ, 100 മൗലവിയെ ഉടൻ പിടികൂടണമെന്ന് പറഞ്ഞ് ഫ്ലക്സ് പിടിച്ച് കുറ്റിപ്പുറത്തൊരു പ്രകടനം നടക്കുകയാണ്. ആ പ്രകടനത്തിൽ അതിൽ നിക്ഷേപിച്ച ധാരാളം ആര്യന്മാരും ധാരാളം മൊയ്ലിയന്മാരൊക്കെ ഉണ്ട്. ആ ജാഥയുടെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. പക്ഷെ എന്റെ നാട്ടില് ഒരു അരക്കാശിന് വരുമാനമില്ലാത്തൊരു കോമു ആ ജാഥയിൽ ഇങ്ങനെ പോകുന്നു. ഇതുവരെ ഓനമ്മാന്റെ കോന്തലം വന്ന് അങ്ങോട്ട് മളുക്കുക എന്നല്ലാതെ അമ്മാക്കൊരു വെറ്റിലടക്കം വാങ്ങിക്കൊടുക്കാത്തവൻ 4 തവണ ഗൾഫിൽ പോയി അളിയന്മാർക്ക് മുഴുവൻ പണിയാക്കി വന്നാൽ പെണ്ണുങ്ങായ എന്തൊക്കെ ജാഥയിൽ പോകുന്നു. ജാഗ്രതകൾ മുഴുവൻ കണക്കെന്തയിൽ കാര്യം. അപ്പൊ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? എന്റെ ഭാര്യ വീട്ടേക്കും എന്റെ പെരക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട്, എന്റെ അടുത്ത് 5 പൈസ ഇല്ല. ഞാൻ ഇതിൽ നിൽക്കുമ്പോഴേക്കും തോന്നുന്നു ഓൽക്ക് ഞാൻ ഇതിൽ കൊണ്ടേട്ടിട്ട് കുടുങ്ങിയതാണ്. ഇത് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഒന്ന് വിചാരിച്ചോട്ടെ ചിത്താ സാധു പിന്നാലെ നിൽക്കുന്നത്. SDPIയും സോളിഡാരിറ്റിയും ആ കോമുവിന്റെ റോളിലാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള ആൾക്കൂട്ടം, ബാനർ. അവർ ചെയ്യുന്ന പണി എന്താ? വലിയ ജാഥ നടത്തും, വലിയ സംഭവമാക്കി രാജ്യത്ത് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോകും. പക്ഷെ എന്താ? കോപ്പായിട്ടൊന്നുമില്ല. എന്നാൽ നമ്മൾ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമ്പോ ഇതാ സ്വകാര്യ മേഖലയിൽ വരുന്നേ എന്ന് ബഹളമുണ്ടാക്കി. എന്നാൽ അത് പൊതുമേഖലയിലാണ്, സർക്കാർ മേഖലയിലാണ്. എന്നിതാ വന്നിരിക്കുന്നു എന്ന് വന്നിട്ട് ഞങ്ങൾ അന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് പൊതുസമൂഹത്തോട് പറയാൻ ഇവരാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെളുപ്പാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ എളുപ്പമാണ്. മുസ്ലിം ലീഗ് എന്ത് നന്മ കൊണ്ടുവരുമ്പോഴും ഇവർക്ക് പണി അതാണ്. നമ്മൾ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമ്പോ തെറ്റിദ്ധരിപ്പിക്കുക, നമ്മൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊണ്ടുവരുമ്പോ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് ആ സ്ഥാപനം ഇല്ല നടക്കൂല എന്ന് പറയാ. എന്നിട്ടോ തറക്കല്ലിട്ട് അതിന്റെ പണിയൊക്കെ ഇങ്ങനെ തുടങ്ങിയ പുതിയ പോസ്റ്റർ വേഗത്തിലാക്കുക. അതിന് വലിയ ചെലവൊന്നുമില്ലല്ലോ, മൈദയുടെ പൈസല്ലേ. വേഗത്തിലാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവർക്കൊക്കെ പണി അതാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കാര്യവർത്താനം പറഞ്ഞു പോവുകയാണ്. അതാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ മുസ്ലിം ലീഗിന്റെ നയനിലപാടുകളോട് അദ്ദേഹം വെച്ച് പുലർത്തുന്ന ഒരു ശരിയായ നിലപാടുണ്ട്. ഇവിടെ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് PCC തന്റെ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി സൂചിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.